കേരളത്തിൽ ഡ്രഗ്സ് അഡിക്റ്റായ കുട്ടികൾ കുടുംബക്കാരെ കൊന്നൊടുക്കുകയാണ്. കഴിഞ്ഞ 16-ാം തീയതി ഒരു സംഭവം, അത് ചേന്നമംഗലം പേരേപ്പാടത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ അയൽവക്കക്കാരനായ ഋതു ജയൻ എന്ന 28-കാരൻ ആ വീട്ടിൽ കയറി പൈപ്പിന് വീട്ടിലുള്ളവരെ 3 പേര് 4 പേരും തലക്കടിച്ചു, 3 പേര് ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. ഒരാൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, അതീവ ഗുരുതരാവസ്ഥയിലാണ്. പേരപ്പാടം കാട്ടിപ്പറമ്പിലെ വേണു 69 വയസ്സുള്ള ആളും, ഭാര്യ ഉഷ 62 വയസ്സുള്ള ആളും, മകൾ വിനീഷ 32 വയസ്സ്. ഇവർ താമസിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഋതു എന്ന ഡ്രഗ്സ് അഡിക്റ്റുകാരനാണ്. ചില അലോസരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസ് എന്ന് പറഞ്ഞ ആൾ വിദേശത്തായിരുന്നു. ഇവിടെ വന്ന് ഒരു വീടൊക്കെ നല്ലത് വെച്ചു. മാതാപിതാക്കളും കൂടെയുണ്ട്. അയാളുടെ ഭാര്യയും 2 കുട്ടികളുണ്ട് കൂടെ. അവർ ഒരാൾ 6-ാം ക്ലാസ്സിലും ഒരാൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. ഇയാൾ ഒരു പൈപ്പ് എടുത്ത് നേരെ വീട്ടിലോട്ട് കയറി വന്ന് വേണുവിൻ്റെയും ഭാര്യയുടെയും തലയ്ക്ക് അടിച്ചങ്ങ് വീഴ്ത്തുകയാണ്. അത് തടയാൻ ശ്രമിച്ച വിനീഷിൻ്റെ തലയ്ക്കടിച്ചു. വിനീഷിൻ്റെ ഭർത്താവ് ജിതിൻ ഓടി വന്നു, അയാളെയും തലയ്ക്കടിച്ചു വീഴ്ത്തി. 3 പേര് ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. അതിനുശേഷം ഇയാൾ ജിതിൻ്റെ തന്നെ 2 വീലർ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നേരെ വെളിയിലോട്ട് പോയി. പോകുന്ന വഴിക്ക് വിവരം അറിഞ്ഞ് അവിടുത്തെ ലോക്കൽ പോലീസ് വാഹനത്തിൽ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഇയാൾ അങ്ങോട്ട് പോകുന്നത് കണ്ടപ്പോൾ അവർക്ക് സംശയം തോന്നി. അവർ വണ്ടി നിർത്തി. ഇയാൾ തിരിച്ചു വന്നു, ഞാൻ ഇങ്ങനെ 4 പേരെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അയാളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു കീഴ്പ്പെടുത്തി. ഈ മാതാപിതാക്കളെ തലക്കടിക്കുന്നതും വല്യപ്പനെയും വല്യമ്മയും അടിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ രണ്ടും ഭയപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി. ആ വീടിനടുത്ത് നിത എന്ന് പറഞ്ഞ അവരുടെ ആൻറ്റി താമസിക്കുന്നുണ്ട്. 6-ാം ക്ലാസ് വിദ്യാർത്ഥി രാധികയും 1-ാം ക്ലാസ് വിദ്യാർത്ഥിനി അവനിയുമാണ് ഓടി രക്ഷപ്പെട്ടത്. അല്ലെ അവരും കൂടെ കൊന്നു കളഞ്ഞേന്. ഇയാൾ ഡ്രഗ്സ് അഡിക്റ്റാണ്. 3 കേസ് ഇയാളുടെ പേരിലുണ്ട്. റൗഡിയാണ്. ഒരു മോഷണ കേസുണ്ട്. അങ്ങനെ പോലീസ് പല സന്ദർഭത്തിലും ഇയാളെ വിളിച്ചിട്ടുണ്ട്. ഇയാൾ ഇവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരാതി കൊടുത്തപ്പം പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ ഉപദേശിച്ചു. അപ്പനും അമ്മയും വന്നു. ഞങ്ങൾ അവനെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കിക്കൊള്ളാമെന്ന ഗ്യാരണ്ടിയിൽ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാളെ അന്നേ ഈ ഡ്രഗ് അഡിക്റ്റിനൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഡ്രഗ് അഡിക്റ്റ് അയാൾ എന്ത് ചെയ്യുന്നു നമുക്കറിയില്ല. അതുകൊണ്ട് അയാളെ നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അല്ലെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരായിട്ട് പ്രിവെൻറ്റീവ് അറസ്റ്റ് നടത്തിയിട്ട് എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റിന് അഡ്മിറ്റ് ചെയ്യുന്നതായിരുന്നു നല്ലത്. പോലീസ് നടപടി എടുത്തില്ല. അയാൾ കുറ്റം ചെയ്യാതെ അയാളൊരു പേരിൽ ഒരു കേസ് എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അതല്ല പ്രിവെൻറ്റീവായിട്ടുള്ള മെഷേഴ്സ്. അതുപോലെ തന്നെ നമുക്കറിയാം അടുത്തൊരു കൊലപാതകത്തിലേക്ക്, അത് വ്യാഴാഴ്ച നടന്നെങ്കിലും 4 പേരെ കൊല്ലാൻ ശ്രമിച്ച് 3 പേര് മരിച്ചു, ഒരാൾ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. തൊട്ടടുത്ത് ശനിയാഴ്ച അടുത്ത കൊലപാതകം, സ്വന്തം അമ്മയെ, മകനെ, അവൻ +2 കഴിഞ്ഞു, അവൻ ചില ഓട്ടോമൊബൈലിനൊക്കെ പഠിക്കാൻ പോയി, ഒറ്റ മകനാണ്. കോഴിക്കോട്ടെ സുബൈദ എന്ന താമരശ്ശേരിയിലുള്ള അവരെ മകനെ കഴുത്തിൽ വെട്ടി അവരെ കൊലപ്പെടുത്തി. തനിക്ക് നല്ല മൂർച്ചയുള്ള ആയുധമില്ലാത്തതുകൊണ്ട് അയാൾ തൊട്ടടുത്ത വീട്ടിൽ പോയി പറഞ്ഞു, എനിക്ക് തേങ്ങ വെട്ടാനായിട്ട് ഒരു കൊടുവാൾ വേണം, ഒരു വെട്ടുകത്തി വേണം. അപ്പോൾ തേങ്ങ മുറിക്കാൻ അപ്പോൾ വീട്ടുകാർ കൊടുത്തു, അയൽവക്കംകാർ. അത് വാങ്ങിച്ചുകൊണ്ട് വന്നാണ് അമ്മയെ വെട്ടിയത്. ഏതായാലും 10-20ഓളം വെട്ടുകളുണ്ട്. കഴുത്തറ്റാണ് അമ്മയുടെ കിടക്കുന്നത്. സുബൈദ എന്ന ആ സ്ത്രീയുടെ കഴുത്തറ്റ് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവൻ എന്നിട്ട് ആ വെട്ടുകത്തിയായിട്ട് വെളിയിൽ വന്ന് അത് കഴുകിയ ദൃശ്യങ്ങൾ CCTV ദൃശ്യം കാണാം. വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ ഡ്രഗ് അഡിക്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിന് പ്രതിവിധി അവരുടെ പേരിൽ കേസില്ലെങ്കിൽ എന്ത് ചെയ്യാൻ ഒക്കും? ഏതായാലും അടിയന്തരമായ ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ DGPയും പോലീസ് ആക്ടിനകത്ത് പ്രത്യേക ഒരു വകുപ്പ് ഇമ്മീഡിയറ്റായിട്ട് എഴുതി ചേർക്കണം. കാരണം ഡ്രഗ് അഡിക്റ്റായ ധാരാളം കുട്ടികൾ സ്കൂളിലും കോളേജിലും സമൂഹത്തിലും ഉണ്ട്. അവരെല്ലാം 30 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്.
ഇവർക്കെതിരായിട്ട് പോലീസ് ആക്ടിനകത്ത് ഒരു പുതിയ പ്രൊവിഷൻ ചേർക്കണം. ഡ്രഗ് അഡിക്റ്റായി ഇതുപോലെ കംപ്ലൈൻറ്റ് കിട്ടി വരുന്നവരെ അവരെ ക്വാറൻറ്റൈൻ പീരീഡിൽ ഡീറ്റെയിൻ ചെയ്യാൻ പോലീസിനൊരു അധികാരം കൊടുക്കണം. അത് താലൂക്ക് ആശുപത്രികളിലെല്ലാം ഇവർക്ക് പ്രത്യേക വാർഡുകൾ സെല്ല് പോലെ ഉണ്ടാക്കി അവിടെ ഡീറ്റെയിൻ ചെയ്യണം. 90 ദിവസമോ 3 മാസമോ 6 മാസമോ ഡീറ്റെയിൻ ചെയ്ത് ട്രീറ്റ് ചെയ്യുക. അതിന് ഒരു പ്രൊവിഷൻ പുതിയതായിട്ട് സർക്കാർ ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനാണ് പോലീസ് ആക്ടിൽ അമെൻഡ് ചെയ്താൽ മതി. വിദേശ രാജ്യങ്ങളൊക്കെ അത് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ അടിയന്തരമായിട്ട് തുടങ്ങണം. നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള പല ആൾക്കാരും വെട്ടുകൊണ്ട് കൊലപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. കുട്ടികൾ വളരെ കൂളായിട്ടിരുന്ന് കൊന്നിട്ട് സ്വന്തം മാതാപിതാക്കളെ കൊന്നിട്ട് അവർ കൂളായിട്ട് നടക്കുകയാണ്. അവർക്കതിനകത്ത് പശ്ചാത്താപമില്ല, അവരറിയില്ല എന്താ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം. നമുക്ക് പോലീസ് ആക്ടിനകത്ത് ഒരു പുതിയ വകുപ്പ് എഴുതി ചേർക്കണം. ഇങ്ങനെ ഡ്രഗ് അഡിക്റ്റായിട്ട് കംപ്ലൈൻറ്റ് വരുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ അയൽവക്കംകാരോ വന്നു കഴിഞ്ഞാൽ പോലീസ് അവരെ വാൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് ഇപ്പം നമുക്കറിയാം. അതുകൊണ്ട് ഇവരെ ക്വാറൻറ്റൈനിൽ ഉള്ള ഒരു പീരീഡിൽ 3 മാസവും 6 മാസവും ഇവരെ ഡീറ്റെയിൻ ചെയ്യണം. 6 മാസം അവർക്ക് ഡ്രഗ്സ് അടിക്കാൻ അവസരം ലഭിക്കില്ല. അപ്പം തന്നെ പല പ്രശ്നങ്ങളും ഒതുങ്ങും. അവർക്ക് തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതിനൊരു പ്രൊവിഷൻ ഇപ്പോൾ ഇല്ല. ഇല്ലീഗൽ ഡീറ്റൻഷൻ എന്ന് പറഞ്ഞ് തുടങ്ങും. അതിനാണ് ഞാൻ പറയുന്നത്, നമുക്ക് പോലീസ് ആക്ടിൽ പ്രത്യേക ഒരു വകുപ്പ് എഴുതി ചേർക്കണം. അത് പോലീസ് മാത്രം ചെയ്താൽ മതി. ഇയാളെ ഇങ്ങനെയുള്ളവർ, കാരണം പോലീസ് സ്റ്റേഷനിലാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ അപ്പോൾ തന്നെ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അറിഞ്ഞാൽ അവരെ ബ്ലഡ് പരിശോധിച്ചാൽ നമുക്ക് അപ്പോഴേ അറിയാം. അവരെ ഉടൻ തന്നെ അവരെ ഇതുപോലെയുള്ള അസൈലം പോലെ അല്ലെന്നുണ്ടെങ്കിൽ ക്വാറൻറ്റൈൻ പീരീഡിൽ താലൂക്ക് ആശുപത്രിയിൽ തന്നെ വേണം. എല്ലാ താലൂക്ക് ആശുപത്രിയിലും പ്രത്യേക 4-5 സെല്ലുകൾ ഇവരെ ഒറ്റയ്ക്ക് താമസിക്കാനും അവിടെ ഒരു ബാത്ത് അറ്റാച്ച്ഡായിട്ട് പണിതാലും വേണ്ടില്ല അവരെ താമസിപ്പിക്കാനായിട്ടുള്ള സൗകര്യം കൊടുക്കണം. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് വിദേശ രാജ്യങ്ങളൊക്കെ അത് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ അടിയന്തരമായിട്ട് തുടങ്ങണം. അല്ലെങ്കിൽ നമുക്ക് പല കുടുംബത്തിലെ ആൾക്കാരെയും കുട്ടികളെയും മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെടും. ധാരാളം പേര് ഈ രീതിയിൽ ബന്ധുക്കളെയും മറ്റേരെയും വെട്ടി പരിക്കേൽപ്പിക്കുന്നുണ്ട്. പലരും കൊല്ലപ്പെടുന്നുണ്ട്. ധാരാളം പേർക്ക് പരിക്കേൽക്കുന്നുണ്ട്. ചില വീട്ടുകാർ മാന്യത ഓർത്ത് അത് വെളിയിൽ പറയാതെയും വരുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കണം.